രേണുസുതിയെ ഇഷ്ടപ്പെടുന്ന ആളുകൾ കിച്ചുവിനെ വെറുക്കണം എന്നാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? അനീഷ് ബ്രോയോട് എനിക്ക് യാതൊരു വിരോധമില്ല കേട്ടോ. അനീഷ് ബ്രോ അയാൾക്ക് കിട്ടുന്ന കണ്ടന്റ് ചെയ്യുന്നു എന്നുള്ളൂ, അതിൽ സത്യമുണ്ടോ അല്ലെങ്കിൽ സത്യമില്ലേ എന്നൊന്നും ആൾ പരിശോധിക്കുന്നില്ല എന്നൊരു പ്രശ്നം മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ എന്നുള്ളതാണ്. ഞാൻ ചെയ്യുന്ന വീഡിയോസിൽ പരമാവധി സത്യസന്ധമായിട്ട് തന്നെ ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്. കൃത്യമായിട്ട് അങ്ങനെ തന്നെയാണ് പരിപാലിച്ച് മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ രേണുവിൻ്റെ മരുന്നുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയത്തിൽ ഞാൻ ആ ഒരു സ്ലിപ്പിനെ കീറി മുറിച്ച് ഒന്നും പറഞ്ഞില്ല. പകരം ഏത് രീതിയിൽ ആ മരുന്ന് കണ്ടെത്താൻ കഴിയുമെന്നും എങ്ങനെ അത് ഫ്രീ ആയിട്ട് കിട്ടുമെന്നൊക്കെയാണ് എൻ്റെ വീഡിയോയിലൂടെ പറഞ്ഞിട്ടുള്ളത്. കിച്ചു ചെറിയ പയ്യനാണല്ലേ, 21 വയസ്സായിട്ടുള്ളൂ. അവൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവൻ്റെ മാതാപിതാക്കൾ അവനെ തിരുത്തേണ്ടതായിട്ടുണ്ട്. പക്ഷേ മാതാപിതാക്കൾ ഏത് രീതിയിലായിരുന്നു, എങ്ങനെയായിരുന്നു എന്നൊക്കെ നമുക്ക് നിരന്തരം സോഷ്യൽ മീഡിയയിലൂടെ കണ്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞതാണ് എന്നുള്ളതാണ്. ഇവിടെ കിച്ചു എന്ന് പറയുന്ന വ്യക്തി കൊല്ലം സുധിയെ ചുമരിനോട് ചേർത്ത് വെച്ച് ഇടിച്ചു എന്നും പോലീസുകാർ വരുന്നത് അറിഞ്ഞ് ഓടി രക്ഷപ്പെട്ടു എന്നൊക്കെയാണ് അനീഷ് ബ്രോ പറയുന്നത്. ഏതോ ഒരു ചേച്ചിയുടെ ഒരു വീഡിയോ അതിലൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. നമുക്കിതൊന്ന് പുനഃപരിശോധിക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ്. അനീഷ് ബ്രോയുടെ ഒക്കെ ലക്ഷ്യം ഒരു പക്ഷേ കിച്ചുവിനെ തകർക്കുകയാണോ എന്ന് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ളത് ഇത്തരം രീതിയിലുള്ള അദ്ദേഹത്തിൻ്റെ വീഡിയോകൾ കാണുമ്പോഴാണ് എന്നുള്ളതാണ്. പല ആളുകളും അതിനിടയിൽ വന്ന് കമൻ്റ് ഇടുന്നതും ഞാൻ കാണുന്നു. രേണുവിനെ ഇഷ്ടപ്പെടുന്ന ആളുകൾ കിച്ചുവിനെ തകർക്കാൻ ഒരിക്കലും ആഗ്രഹിക്കില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം രേണുവിനെ ഇപ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ട് എങ്കിൽ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അവരെ ക്രൂശിച്ചിരുന്ന ആളുകളാണ് രേണുവിനെ ഇപ്പോൾ ഇഷ്ടപ്പെടുന്നത്. ഇത് ഇദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. രേണുവിനെ അല്ല ക്രൂശിച്ചിരുന്നത്, രേണു ചെയ്തിരുന്ന ഓരോ കോപ്രായത്തരങ്ങളെയാണ് എന്നും അനീഷ് സമ്മതിക്കുന്നുണ്ട് എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഞാൻ ആ കോപ്രായത്തരങ്ങളെ അന്നും ഇന്നും എന്നും ഒരിക്കലും സപ്പോർട്ട് ചെയ്യില്ല. അത് വിമർശിച്ചുകൊണ്ടേയിരിക്കും. ആ വിമർശനാത്മകമായിട്ടുള്ള കാര്യങ്ങളെ ഒരിക്കലും ഞാൻ തിരുത്തി പറയാനും ആഗ്രഹിക്കുന്നില്ല. എൻ്റെ നിലപാട് ഒരിക്കലും അടുപ്പിൽ വെക്കാൻ ഞാൻ തയ്യാറല്ല എന്നുള്ളതാണ്. രേണുവിന് വേണ്ടി നിരന്തരം ഞാൻ പ്രവർത്തിക്കാറുണ്ട്. പൂർണ്ണമായിട്ടും അവരുടെ അസുഖം മാറണമെന്ന് ഞാൻ ആഗ്രഹിക്കാറുണ്ട്. അതിനോടൊപ്പം കിച്ചു എന്ന് പറയുന്ന പയ്യൻ രക്ഷപ്പെടണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ഏതോ ഒരു സ്ത്രീ റിയാക്ട് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ അനീഷ് ബ്രോ പുറത്തു വിടുകയാണ്. അനീഷ് ബ്രോ ആ വീഡിയോ പുറത്തു വിടുക മാത്രമല്ല, എന്നിലുണ്ടായിരുന്ന ആ ബോംബ് ഇതാണെന്ന് പറഞ്ഞുകൊണ്ടാണ് പുറത്തു വിടുന്നത് എന്നുള്ളതാണ്. കിച്ചു ഒരു വിഷയത്തിലും ഒന്നും പറയുന്നില്ല. അവൻ മാറി നിൽക്കുമ്പോൾ അവൻ്റെ പിന്നാലെ നടന്ന് വേട്ടയാടുന്ന ഈ പ്രവൃത്തിയെ നിങ്ങൾ ഏത് രീതിയിലാണ് കാണുന്നതെന്ന് പറയണം കേട്ടോ. പിന്നെ കിച്ചുവിനെ ഇഷ്ടപ്പെടുന്ന ആളുകൾ കിച്ചുവിന് വേണ്ടി പ്രാർത്ഥിക്കാനും രേണുവിനെ ഇഷ്ടപ്പെടുന്ന ആൾ രേണുവിന് വേണ്ടി പ്രാർത്ഥിക്കാനും വേണ്ടി കൂടിയാണ് ഞാൻ വീഡിയോയിൽ പറയുന്നത്. ജനുവിനായ വിഷയങ്ങൾ അവതരിപ്പിക്കുമ്പോൾ അത് തീർച്ചയായിട്ടും നമ്മൾ പരിപാലിക്കേണ്ടതായിട്ടുണ്ട്. നമുക്ക് അനീഷ് കൊണ്ടുവന്ന വീഡിയോയും അനീഷിൻ്റെ ആ ഒരു റിയാക്ഷനും ഒന്ന് കാണേണ്ടതായിട്ടുണ്ട്. ചില ആളുകൾ പറയുന്നു അനീഷിനെ ഒന്നും ഞാൻ അതുവരെ കണ്ടിട്ട് പോലും അനീഷിനെ ഒന്നും സപ്പോർട്ട് ചെയ്യില്ലേ എന്നുള്ളത്. സോഷ്യൽ മീഡിയയിൽ വരുന്ന കണ്ടന്റ് ഇന്ന ആൾ വലുതാണോ ഇന്ന ആൾ ചെറുതാണോ നോക്കിയിട്ടൊന്നല്ല നമ്മൾ റിയാക്ട് ചെയ്യുക. വലിയവനും ചെറിയവനും ഒക്കെ ഇന്ത്യ എന്ന മഹാരാജ്യത്ത് തുല്യരാണ്. കാണാം. പൂർവാധിക ശക്തികൾ ഇപ്പൊ രേണു വയ്യാതെ കിടക്കുമ്പോ പോലും ആ രേണുവിന്റെ ചേച്ചിയുടെ 2 മക്കളും ആ അമ്മയും അച്ഛനൊക്കെയാണ് ആ കൊച്ചിനെ പൊന്നുപോലെ നോക്കുന്നത്. എന്തൊക്കെ പറഞ്ഞിരുന്നാലും രേണുവിന്റെ കൊച്ചായതുകൊണ്ട് ആ കുഞ്ഞിനെ അവര് നോക്കും. കുച്ചു കണ്ടന്റ് വ്ളോഗ് എടുക്കാൻ വേണ്ടി മാത്രമേ കുച്ചു വന്ന് എടുത്തോണ്ട് പോകും. പിന്നെ കുച്ചു കണ്ടന്റിന് വേണ്ടി വ്ളോഗ് എടുക്കാൻ വേണ്ടി മാത്രമേ ഈ പറയുന്ന റിതപ്പനെ എടുത്തോണ്ട് പോകൂ എന്ന് പറഞ്ഞത് ഏതാണ്ടൊക്കെ സത്യമാണ്. അല്ല എങ്കിൽ ഇപ്പൊ നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിക്കുക. എന്റെ വീഡിയോ കാണുന്ന നല്ലവരായിട്ടുള്ള ആൾക്കാർ, കുറച്ച് മനസ്സിൽ കുറച്ചെങ്കിലും ഒരു നന്മയുള്ള ആൾക്കാർ, നിങ്ങൾ ഇതൊന്ന് ചിന്തിച്ചു നോക്കുക. രേണുവിന്റെ അവസ്ഥ അത്രയ്ക്ക് ക്രിട്ടിക്കൽ സ്റ്റേജ് ആണ്. ഈ രേണുവിനുള്ള ക്യാൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിമാരകമായിട്ട് ശരീരത്തിൽ വ്യാപിക്കുന്ന ഒരെണ്ണമാണ്. അതുകൊണ്ട് തന്നെ രേണുവിന് ദിനം പ്രതി വെയിറ്റ് കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഈ രേണുവിന്റെ അവസ്ഥ മൊബൈലിൽ കൂടെ കാണുന്നവരായിക്കോട്ടെ, ഈ പറയുന്ന ആരായിക്കോട്ടെ, എന്റെ വീഡിയോ കാണുന്ന പ്രേക്ഷകരോടാണ് എന്റെ ചോദ്യം. നിങ്ങൾ എത്ര കെറുവാണെങ്കിലും എത്ര പിണക്കമാണെങ്കിലും നിങ്ങൾക്ക് ഒരു നേരത്തെ ആഹാരമെങ്കിലും വെച്ച് തന്നിട്ടുള്ള അവരെ പോയി കാണാനായിട്ട് നിങ്ങൾ ശ്രമിക്കില്ലേ? അവിടെ ഈ പറയുന്ന കിച്ചു എന്ന് പറയുന്ന ഈ നന്മമരം പോയിട്ടില്ല എന്ന് മാത്രമല്ല, കിച്ചു എന്ന് പറയുന്ന നന്മമരം പോയിട്ടില്ല എന്നാണ് അനീഷ് ബ്രോ അവകാശപ്പെടുന്നത്. താടിയും പൊട്ടും എന്ന ഒരു ചാനലിലൂടെ ഇപ്പോൾ കിച്ചു അവരുടെ കൂടെയാണ് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവൻ വെറുതെ ഒരു ടൂർ പോകുന്നതല്ല, അവൻ്റെ ബിസിനസ്സിന് ആവശ്യമായ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അവൻ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവർ പറഞ്ഞ ആ കാര്യങ്ങൾ മാത്രം ഒന്ന് കട്ട് ചെയ്ത് കേൾപ്പിച്ചു തരാം. ഒരുപാട് വീഡിയോയിൽ അത് കാണിച്ചതാണ്. പക്ഷേ അനീഷ് ബ്രോ കിച്ചുവിനെ കോൺടാക്ട് ചെയ്തിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. ചോദിക്കുകയാണ്, ഇങ്ങനെ ഒരു കാര്യം നടന്നു എന്ന് അവർ അവകാശപ്പെടുന്നതാണ്. അതുകൊണ്ട് ചോദിക്കുകയാണ്, അതൊന്ന് കേട്ടോക്കെ. എന്റെ അമ്മ ക്യാൻസർ ആണെന്ന് പറഞ്ഞിട്ട് നമ്മൾ ആദ്യം കാണുന്നത് ഈ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റാണ്. ഈ രേണുവിന് ക്യാൻസർ എന്ന് പറഞ്ഞിട്ട് റീലോ പോസ്റ്റോ അങ്ങനെ എന്തോ ആണ്. ഞങ്ങളും അത് കണ്ടായിരുന്നു. ഈ പോസ്റ്റും റീലും കണ്ട വഴിക്ക് തന്നെ ഈ കിച്ചു വേറെ ആരോ സജഷനും പറയെ പിടിക്കുക ചോദിക്കും, ആരും മോനെ നീ അമ്മേനെ പോയി കാണാൻ, അതൊന്നും അവന്റെ ആവശ്യമൊന്നുമില്ല. ഇത് കണ്ട വഴിക്ക് അവൻ ഈ പറയുന്ന രേണുവിടെ ഫോം വിളിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയോ അത്? നിങ്ങൾ ആരെങ്കിലും അറിഞ്ഞിട്ടുണ്ട്? അത് നിങ്ങൾക്ക് രേണുവിന്റെ ഫോം വിളിച്ചു. എടുത്തത് രേണുവിന്റെ സിസ്റ്ററാണ്, ചേച്ചി. അപ്പൊ ഫോൺ വിളിച്ച് എടുത്തിട്ട് പറഞ്ഞു, പിന്നെ ഇവൻ പറഞ്ഞു അമ്മോട് സംസാരിക്കണം. അപ്പൊ അമ്മോട് സംസാരിക്കപ്പോ പറ്റിയാന്ന് അവര് പറഞ്ഞു. അപ്പൊ അവൻ പറഞ്ഞു പറ്റില്ല, എനിക്ക് അമ്മോട് സംസാരിക്കുന്നു പറഞ്ഞപ്പോ പറ്റില്ലാന്ന് അവര് പറഞ്ഞു. അവര് ഫോൺ കൊടുത്തില്ല എന്ന് പറഞ്ഞ. ഇത് രേണു എവിടെയെങ്കിലും പറഞ്ഞോ? അന്ന് വയ്യാണ്ട് അവശ്യമായിട്ട് വയ്യ എന്നെ കാണണ്ടോര് വന്നില്ല, കിച്ചു എന്നെ വളർത്തി 13 വയസ്സ് തൊട്ട് ഉണ്ടാക്കിയിട്ട് വന്നില്ല, ഈ വിളിച്ചിട്ട് ഫോൺ കൊടുത്തില്ല, ഞാൻ സംസാരിച്ചില്ല എന്ന് പറഞ്ഞു. ആ സമയത്ത് വേറെ മീഡിയക്കാർ അവിടെ സ്ഥിരം നിൽക്കുന്നുണ്ട്. വേറെ ഒരുപാട് പേര് അവരൊക്കെ കയറ്റാനും വീഡിയോ എടുപ്പിക്കാനും ഒന്നും ഒരു മറ്റേ എന്താ പറയാ ഇൻഫെക്ഷനും കാര്യങ്ങളും ഇല്ല. ഈ ക്രാവ് അവിടെ നിന്ന് ഇവിടെ വരെ വന്നിട്ട്
രണ്ടാമതും ആൾക്കാർ ഓരോന്നൊക്കെ പറയുകയും പിടിക്കുക ഒക്കെ ചെയ്ത് എന്തൊക്കെയാണെങ്കിലും അവരൊക്കെ അവനെ അന്ന് കോൾ ചെയ്തിട്ട് അവർ കൊടുത്തില്ല, അവൻ സംസാരിക്കണമെന്ന് പറഞ്ഞിട്ട് സമ്മതിച്ചില്ല. അതെവിടെയും ആ ന്യൂസ് പോയില്ല, അവളും പറഞ്ഞില്ല, ആരും പറഞ്ഞില്ല. അത് പറഞ്ഞു കഴിഞ്ഞാൽ രേണുവിന് വയ്യാന്ന് കേട്ടപ്പോൾ വളർത്തി 15 വയസ്സിൽ കേട്ടില്ലേ? കിച്ചു ഫോൺ ചെയ്തു എന്നും ഇന്ന വ്യക്തി ഫോൺ എടുത്തു എന്നും കാണാൻ കഴിയില്ല എന്നവർ പറഞ്ഞു എന്നാണ് അവർ പറയുന്നത്. ഓക്കെ, അനീഷ് എല്ലാം സത്യസന്ധമായി അന്വേഷിച്ച് എല്ലാം കൃത്യമായിട്ട് ആറ്റ കൊണ്ടുവരുന്ന ആളാണെന്ന് പറയുന്നത്. പക്ഷേ പലപ്പോഴായിട്ട് എന്തിനു വേണ്ടി തിളക്കുന്ന സാമ്പാറായിട്ട് ആൾ പ്രവർത്തിക്കുന്നതും കാണുന്നുണ്ട് എന്നുള്ളതാണ്. ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, അനീഷ് ബ്രോയോട് എനിക്ക് യാതൊരു വിദ്വേഷമോ ഒരു പകയോ ഒരു ദേഷ്യവും ഇല്ല. പക്ഷേ പറയുന്ന സ്റ്റേറ്റ്മെൻറ്റുകളിൽ നിലപാടിൽ ഉറച്ചു നിൽക്കുക എന്ന് മാത്രമേ പറയുന്നുള്ളൂ. കിച്ചുവിനെ ഇവിടെ വലിച്ചു കീറാൻ ഇട്ട് കൊടുക്കുന്നത് ഇപ്പോൾ ആരാ? നിങ്ങൾ തന്നെയാണ്, വേറെ ആരുമല്ല. ഞാനൊന്നും ഒരിക്കലും അവനെ വലിച്ചു കീറാൻ ആഗ്രഹിക്കുന്നില്ല. അവൻ ചെറുപ്പത്തിൽ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തിരുത്തേണ്ടവർ തിരുത്തിയില്ല എങ്കിൽ നമ്മളെന്ത് പറഞ്ഞിട്ട് എന്താ കാര്യം? നമ്മൾ സോഷ്യൽ മീഡിയയിൽ വരുന്ന കണ്ടന്റ് എടുത്ത് റിയാക്ട് ചെയ്യുന്ന ആളുകളല്ലേ. പലപ്പോഴും പല കാര്യം അന്വേഷിക്കാറുണ്ട്. എന്തായാലും കിച്ചു നാട്ടിലെത്തട്ടെ, ഒന്ന് വിളിച്ചു ചോദിക്കാം. എൻ്റെ കയ്യിൽ നമ്പറൊന്നുമില്ല, ആരുടെ കയ്യിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാം വഴി ഒന്ന് അയച്ചതാ. ഈ കിച്ചു ഇപ്പോൾ നമ്പർ 20 മദ്രാസ് മെയിൽ എന്ന് പറയുന്ന ആ ഒരു പാട്ടിനൊത്ത് റീൽ എടുത്ത് കളിച്ച് ചിരിച്ച് അറമാദിച്ച് നടക്കുകയാണ്. ഓക്കെ, അവന്റെ ലൈഫ് അവൻ അറമാദിച്ച് ജീവിച്ച് നടക്കട്ടെ. പക്ഷേ ഇവൻ നല്ലവനാണ്, ഇവൻ എന്താ പറയാ, ഇവൻ ചെയ്യുന്നതെല്ലാം നല്ലതാണ്, ഇവൻ സമൂഹത്ത് കൊടുക്കുന്ന നല്ല പാഠങ്ങളാണ്. ഇവനെ പൊക്കിക്കൊണ്ട് നടക്കുന്ന അമ്മച്ചിമാർ, നേരത്തെ ഒരു അമ്മയുണ്ടായിരുന്നു ഈ പറയുന്ന ഇവനെ പൊക്കിക്കൊണ്ട് നടക്കുന്നത്. ഇപ്പൊ ആ അമ്മയില്ല, അമ്മയ്ക്ക് വരെ വേറെ അമ്മയായി. ഇപ്പൊ ആ അമ്മയുടെ റോള് ചിലപ്പോൾ അമ്മച്ചി വല്ലതായിരിക്കും. എന്തായാലും അത് അവിടെ നിൽക്കട്ടെ. അങ്ങനെ ഈ പറയുന്ന രേണുവിന്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ രേണുവിനെതിരെയുള്ള ശത്രുക്കൾ പോലും രേണുവിന് വേണ്ടി പ്രാർത്ഥിക്കുകയും അവിടെ പോവുകയും രേണുവിനെ ഒരു നോക്ക് കാണുകയും ചെയ്യും. ഓക്കെ, അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ പറയുന്ന കിച്ചു എന്ന് പറയുന്ന രേണുവിന്റെ കൂടെ താമസിച്ചിട്ടുള്ള ഇവൻ പോകാത്തത്. എന്തിനാണ് എൻ്റെ പൊന്നു ബ്രോ ഇങ്ങനെ രോക്ഷാകുലനാവുന്നതെന്ന് എനിക്ക് ചോദിക്കാനുള്ളത്. കിച്ചു ഇങ്ങനെ കോൾ ചെയ്തിരുന്നു എന്നൊരു കാര്യം പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ല, കിച്ചുവിൻ്റെ നമ്പർ എൻ്റെ കയ്യിലൊന്നുമില്ല. കിട്ടുകയാണെങ്കിൽ ഞാൻ അവനെ വിളിച്ച് ചോദിച്ചു നോക്കാം. അവന് പുതിയ അമ്മയെ കിട്ടിയതിൽ എന്താ പ്രശ്നമുള്ളത്? അവൻ അമ്മമാരെ കിട്ടുന്നതിൽ എന്താ കുഴപ്പമുള്ളത്? അവൻ ആ മാതൃസ്നേഹം കിട്ടുന്നതിൽ നമുക്കെന്തിനാ അത്ര വിരോധം? ആളുകൾ എന്തിനാ അത്ര സങ്കടപ്പെടുന്നത്? അവൻ അമ്മമാരുടെ സ്നേഹങ്ങൾ കിട്ടട്ടോ. പിന്നെ അവൻ ചെയ്യുന്നത് മാതൃകാപരമായ കാര്യമാണെന്ന് ചോദിച്ചാൽ ഈ പ്രായത്തിൽ ഒരു ബിസിനസ് സംരംഭം ആരംഭിക്കുക എന്നുള്ളതും അത് വിജയത്തിലേക്ക് എത്തിക്കാൻ ശ്രമങ്ങൾ നടത്തുക എന്നുള്ളതും വലിയൊരു കാര്യമാണ് അല്ലേ? ഇതിൻ്റെ കൂട്ടത്തിൽ ഒരു ചെറിയ കാര്യം, ഒരു ചെറിയ ഉദാഹരണം വെക്കുന്നുണ്ട് കേട്ടോ. വേറെ ഒന്നും വിചാരിക്കരുത്. ഈ ഉദാഹരണം കേൾക്കുമ്പോൾ ചില ആളുകൾക്ക് സങ്കടം തോന്നും, ചിലപ്പോൾ ദേഷ്യം വരും, അങ്ങനെ പലതും തോന്നിയേക്കാന്നുള്ളതാണ്. ഒന്നുള്ളൂ, ഒരു വ്യക്തി അവരായ കാലത്ത് ഒരുപാട് വീഡിയോസ്, സബ്സ്ക്രിപ്ഷൻ വീഡിയോസും അല്ലാത്ത വീഡിയോസൊക്കെ നിരന്തരം ചെയ്തുകൊണ്ടിരുന്നിരുന്നേ. ഒരിക്കലും അവരുടെ ചെരുപ്പിൻ്റെ വില 25,000 എന്നും മുടി വെച്ചതിന് ഇത്ര രൂപയായി എന്നും പല്ല് സെറ്റ് ചെയ്യാൻ ഇത്ര രൂപയായി എന്നും മേക്കപ്പിന് ഇത്രയായെന്നും വസ്ത്രത്തിന് ഇത്രയായി എന്നൊക്കെ പറഞ്ഞ് നിരന്തരം വീഡിയോ ചെയ്തിരുന്ന ഒരു വ്യക്തിയായിരുന്നേ. അവരുടെ കയ്യിൽ അത്യാവശ്യം പൈസ ഉണ്ടായിരുന്നു എന്നാണ് നമ്മളതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. എന്നാൽ അവർക്കൊരു അസുഖം വന്നു. പക്ഷെ അവർക്ക് ഈ അസുഖത്തെക്കുറിച്ച് മുൻധാരണ ഉണ്ടായിരുന്നു കേട്ടോ, മുന്നേ തന്നെ അറിയാമായിരുന്നേ. എന്നാൽ പോലും അവരുടെ ജീവിതത്തിൽ ആ ആർഭാട ലൈഫിൽ നിന്ന് അവർ താഴോട്ടൊന്നും വന്നില്ല കേട്ടോ. അവരങ്ങനെ തന്നെ മുന്നോട്ട് പോയി. ഏതോ ഒരു വ്യക്തിയെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഇനി അത് ഇതൊന്നും പറഞ്ഞ് വന്നേക്കല്ലേ. അങ്ങനെ അവർ നിരന്തരം ഇത്തരം വീഡിയോസ് ചെയ്തുകൊണ്ട് ഈ അസുഖം ഉള്ളത് കൊണ്ട് തന്നെ പരമാവധി സമ്പാദിക്കാം എന്ന ലക്ഷ്യത്തോട് കൂടിയിട്ട് തന്നെ സബ് വീഡിയോയും കാര്യങ്ങളൊക്കെ ചെയ്ത് അത്യാവശ്യം പൈസ 7.5 ലക്ഷത്തോളം രൂപയ്ക്കായിരുന്നു ആദ്യം അതിൽ നിന്ന് വരുമാനമൊക്കെ ആയിട്ട് കണ്ടിട്ടുണ്ടായിരുന്നത്. പിന്നെ അത് കുറഞ്ഞു, ഒരുപാട് ആളുകൾ ഇറങ്ങിപ്പോയി എന്നുള്ളതാണ്. കാരണം അവർക്ക് നിരന്തരമായിട്ട് അത്ര വീഡിയോ ചെയ്യാൻ കഴിയാത്തത് കൊണ്ട് തന്നെ ആളുകൾ ഇറങ്ങിപ്പോയി എന്നുള്ളതാണ്. അങ്ങനെ അസുഖം വന്നതിന് ശേഷം പിന്നീട് അവർ പറയുന്ന കാര്യങ്ങൾ ആളുകൾക്ക് വിശ്വസിക്കാൻ കഴിയാതെയായി. കാരണം പൈസയുടെ ആവശ്യമുണ്ടെന്ന് പറയുമ്പോൾ അത്രമാത്രം പൈസ ചിലവാക്കിയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചിട്ട് പൈസ ഉണ്ട് എന്ന് പെരുപ്പിച്ച് കാണിച്ച ഒരുപാട് വീഡിയോസ് സമൂഹത്തിന് മുന്നിലുള്ളത് കൊണ്ട് തന്നെ കുറേ ആളുകൾ അവർ പറഞ്ഞ നുണയാണെന്ന് പറയുന്നു, കുറേ ആളുകളും സത്യമാണെന്ന് പറയുന്നു. അങ്ങനെ രണ്ട് വിഭാഗങ്ങളായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ചേരി തിരിഞ്ഞിട്ടുള്ള തല്ല് നടന്നു എന്നുള്ളതാണ്. ഏതോ കാലഘട്ടത്തിൽ എന്തോ നടന്നൊരു കഥ വെറുതെ പറഞ്ഞെന്നുള്ളൂ. അനീഷേട്ടാ ബാക്കി പറ. ഷെഫീൻ ആ പരിസരത്ത് പോയി ന്യൂസ് എടുത്ത്, ആ പരിസരത്തുള്ള എല്ലാ ആൾക്കാരുടെ പോയിട്ട് കുച്ചുവിനെ കുറിച്ചുള്ള ന്യൂസ് എടുത്ത് കൊല്ലം സുധിയെ കുച്ചു ആക്രമിച്ചതും അച്ഛന്റെ ഫോട്ടോ കയ്യിൽ ടാറ്റു അടിച്ചെന്ന് പറഞ്ഞ സ്നേഹമാവൂലടാ കോപ്പേ, മനസ്സിലായില്ലേ? അങ്ങനെ പറയല്ലേ, ടാറ്റു അടിച്ചു കഴിഞ്ഞാൽ ഭയങ്കര സ്നേഹമാണെന്നേ. അച്ഛനെ എടുത്ത് പീറ്റയെ കയറ്റി വെച്ച് അടിച്ച് കണ്ണൊക്കെ തള്ളി വെളി വന്ന് അവൻ ശ്വാസമില്ലാതെ അവിടെ കിടന്ന് ബുദ്ധിമുട്ടുമ്പോൾ പോലീസുകാർ ഓടി വരുമ്പോൾ പുറകിലത്തെ വാതിൽ കൂടെ ഇറങ്ങി ഓടി ഈ പറയുന്ന കിച്ചു നല്ലവനാണ്, സ്നേഹമുള്ളവനാണ്, അച്ഛന്റെ ആത്മാവ് കൂടെയുള്ളവനാണ്, അവനെ തൊട്ട് കഴിഞ്ഞാൽ എല്ലാവർക്കും പണിയാണ്, ആ പണിയാണ് ബിഷപ്പിന് കിട്ടിക്കൊണ്ടിരിക്കുന്നത്, ആ പണിയാണ് എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്, ആ പണിയാണ് രേണുവിന് കിട്ടിക്കൊണ്ടിരിക്കുന്നത് എന്നൊക്കെയാണ് പറച്ചില്. എന്തായാലും ഇത് വല്ലാത്തൊരു പറച്ചില് തന്നെയാണല്ലോ. ചേച്ചി ബാക്കി കേൾക്കണം നിർബന്ധമൊന്നും ഇല്ലല്ലോ അല്ലേ? അദ്ദേഹം പറഞ്ഞ വാക്ക് ഒന്ന് കാണിച്ചു തരാം, ഒന്ന് കേൾപ്പിച്ചു തരാം എന്ന് മാത്രമേ ആഗ്രഹം ഉണ്ടായിരുന്നുള്ളൂ. ഇദ്ദേഹം പറയുന്നത് ഇന്ന ആൾ ഇത് പറഞ്ഞു എന്നുള്ളൊരു കാര്യമല്ല, ഉറപ്പിച്ചങ്ങ് പറയുകയാണ്. ചുമരിൽ കയറ്റി വെച്ച് ഇടിച്ചു, ആയാലും ചോര വന്നെന്നോ അങ്ങനെ എന്തൊക്കെ പറയുന്നില്ലേ? താങ്കൾ ഇപ്പൊ പൊട്ടിക്കും എന്ന് പറഞ്ഞ ബോംബ് ഇവരൊക്കെ പൊട്ടിച്ചു എന്ന് വീഡിയോയിലൂടെ പറയുന്നുണ്ട് എന്നുള്ളതാണ്. എൻ്റെ പൊന്നു അനീഷ് ബ്രോ, കിച്ചു നിങ്ങൾക്ക് പേഴ്സണലായിട്ട് എന്തെങ്കിലും ഉപദ്രവം ഉണ്ടാക്കിയിട്ടുണ്ടോ? കേൾക്കുമ്പോൾ തോന്നുന്നു അതുകൊണ്ട് പറയുകയാണെന്നുള്ളതാണ്. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? രേണുവിനെ സപ്പോർട്ട് ചെയ്യുന്ന നിങ്ങളാണ് ഇപ്പോൾ ഈ ഒരു കാര്യം പറയുന്നത്. രേണുവിനെ സപ്പോർട്ട് ചെയ്യുക എന്ന് പറയുമ്പോൾ കിച്ചനെ ചവിട്ടി താഴ്ത്തുക എന്നുള്ള വല്ല അജണ്ടയും നിങ്ങൾ നടപ്പിലാക്കുന്നുണ്ടോ?
ഈ വീഡിയോയുടെ തമ്പനയിലാണ് എങ്കിലും നിങ്ങൾ വീഡിയോയിലൂടെ പറയുന്ന കാര്യങ്ങളാണ് എങ്കിലും കിച്ചുവിനെ തകർക്കുക എന്ന ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് എന്ന് എനിക്ക് തോന്നിപ്പോകുന്നു എന്നുള്ളതാണ്. അത് തോന്നൽ മാത്രമല്ല, കമൻറ്റ് ബോക്സിലും കിടക്കുന്നില്ലേ, രേണുവിന് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറയുന്ന ഞാൻ എവിടെയും രേണു തകർന്ന് തരിപ്പണമാകണമെന്ന് പറയുന്നില്ല. അതെന്തുകൊണ്ടാണെന്നറിയോ? നിങ്ങൾ നേരത്തെ പറഞ്ഞ ആ മാനുഷിക പരിഗണന ഉണ്ടല്ലോ, ആ മാനുഷിക പരിഗണനയാണ് എന്നുള്ളതാണ്. പിന്നെ ഒരുപാട് സംശയങ്ങൾ എല്ലാവരിലും ഉണ്ട് എന്നുള്ളതാണ്. ആ സംശയങ്ങൾ അവർ ചെയ്യുന്ന വീഡിയോൻ്റെ അടിയിൽ വന്ന് കമൻറ്റ് ഇടുമ്പോൾ അവരുടെ സ്വാതന്ത്ര്യമായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത് എന്നുള്ളതാണ്. എൻ്റെ വീഡിയോയിൽ ഒരുപാട് ആളുകൾ വന്ന് കമൻറ്റ് ഇടാറുണ്ട്, തെറി വിളിക്കാറുണ്ട്, പലതും പറയാറുണ്ട് എന്നുള്ളതാണ്. പലപ്പോഴും നമ്മളത് കണ്ടില്ല എന്ന് നടിക്കാറുള്ളൂ. പല ആളുകൾ ഇൻസ്റ്റാഗ്രാം വഴി മെസ്സേജ് അയക്കാറുണ്ട്, അതിൻ്റെ മറുപടി നിരന്തരം കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ദയവ് ചെയ്ത് അനീഷ് ബ്രോ, നിങ്ങളോട് ഇഷ്ടം കൊണ്ട് പറയുകയാണ്, നിങ്ങൾ രേണുവിനെ സപ്പോർട്ട് ചെയ്തോളൂ, ഞങ്ങൾ രേണുവിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ആ സപ്പോർട്ടിന് അർത്ഥം കിച്ചു എന്ന് പറയുന്ന വ്യക്തിയെ തകർക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ, നിങ്ങൾ പറഞ്ഞു കൊല്ലം സുധിയുടെ ആത്മാവ് കിച്ചുവിൻ്റെ കൂടെയാണ് എന്നൊക്കെ പരിഹാസ രൂപമാണ് താങ്കൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. നിങ്ങളുടെ താല്പര്യമാണല്ലോ നിങ്ങളുടെ വീഡിയോ അങ്ങനെ ചെയ്യണം എന്നുള്ളതല്ലേ. പക്ഷേ കൊല്ലം സുധിയുടെ ആത്മാവ് എൻ്റെ കൂടെ ഉണ്ട് എന്ന് നിരന്തരം പറഞ്ഞിരുന്ന രേണുസുധിയുടെ വാക്കുകളെ നിങ്ങൾ ഏത് രീതിയിലാണ് കാണുന്നത്? രേണുസുധി തന്നെ പറയുന്നു, കുറച്ച് കഴിഞ്ഞപ്പോൾ ആത്മാവിൻ്റെ സാന്നിധ്യം എനിക്ക് നഷ്ടപ്പെട്ടു എന്നുള്ളത്. താങ്കൾ അതിനെ ഏത് രീതിയിലാണ് കാണുന്നത്? അപ്പോൾ രേണു എന്ന് പറയുന്ന വ്യക്തി അതിൽ വിശ്വസിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്ന ആ വ്യക്തിയെ പോലും നിങ്ങൾ ഏത് രീതിയിലാണ് ചിത്രീകരിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഓരോ ആളുകൾക്കും ഓരോ വിശ്വാസങ്ങളുണ്ട് എന്നുള്ളതാണ്. ഒരാളുടെയും വിശ്വാസം തകർക്കാൻ നമ്മൾ ആരും ആളല്ല എന്നുള്ളതാണ്. നിങ്ങൾക്ക് ദൈവത്തിൽ വിശ്വസിക്കാം, വിശ്വസിക്കാതിരിക്കാം, എന്തിലും വിശ്വസിക്കാം, വിശ്വസിക്കാതിരിക്കാം, നിങ്ങളുടെ താല്പര്യങ്ങളാണ്. പക്ഷേ നിങ്ങളിവിടെ ഒരാത്മാവിനെ കുറിച്ച് പറയുമ്പോൾ രേണു അങ്ങനെ ആത്മാവിനെ വിശ്വസിക്കുന്നുണ്ടെന്നാണ് ആ വീഡിയോ ഒക്കെ കണ്ടാൽ ഞാൻ മനസ്സിലാക്കുന്നത്. ഉള്ളതാണോ ഇല്ലാത്തതാണോ എന്നുള്ളതല്ല, അവരത് വിശ്വസിക്കുന്നുണ്ട്, അത്രേ പറയുന്നുള്ളൂ. കിച്ചുവിനെ തകർക്കാൻ വേണ്ടിയിട്ടാണോ നിങ്ങളൊക്കെ കച്ചകെട്ടി ഇറങ്ങിയത് എന്നുള്ള ചോദ്യം ചോദിച്ചുകൊണ്ട് നിർത്തുന്നു. പരമാവധി ഷെയർ ചെയ്യുക, താല്പര്യം ഉണ്ടെങ്കിൽ കൂടെ കൂടാം. വീണ്ടും വരെ പുതിയ വാർത്താവിശേഷങ്ങളുമായി സന്ദീപ് ഇടപ്പാൾ സൈനിങ് ഓഫ്.